കഴിഞ്ഞ ദിവസം രാത്രി തൃശ്ശൂരിലെ ഒരു കൊലപാതകം നടന്ന വാർത്ത കേട്ടിട്ട് നമ്മളൊക്കെ ഞെട്ടിയ, നല്ല ഞെട്ടിയല്ലേ, വലിയ ഞെട്ടലൊന്നും വേണ്ട. കാരണം 14 വയസ്സുള്ള 2 കുട്ടികളാണ് 34 വയസ്സുള്ള ഒരു യുവാവിനെ അങ്ങോട്ട് കയറ്റിയിട്ട് കൊന്നത്. ഇത് കേട്ടപ്പോൾ പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നു, അതേപോലെ തന്നെ ഒരുപാട് ചാനലുകളിലേക്ക് അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഞെട്ടണ്ട, ഞെട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഒരു 14 വയസ്സുകാരന് ഇത്രയും ഒരു 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 പിന്നെ ധൈര്യത്തോട് കൂടിയിട്ട് ഒരു യുവാവിനെ ഇല്ലാതെയാക്കാൻ കഴിയുന്നത്? നോക്കണം, എന്താണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുന്നൊക്കെ പറഞ്ഞിരുന്നു, അത് അന്യ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് അന്തല്ലായിട്ടാണ്, ബുദ്ധിയില്ലായിട്ടാണ്. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, ഭയങ്കര ബുദ്ധിയുള്ള ആളുകളാണ്. ശരിയാണ്, ഭയങ്കര ബുദ്ധിയാണ്. ഇപ്പം ഈ പറയുന്ന നമ്മളെല്ലാവരും സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമുക്കൊക്കെ തന്നെ ആയിരിക്കും വിധിയൊന്നും മനസ്സിലാക്കുക. ഇത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. 14 വയസ്സുള്ള ഒരു കുട്ടിക്ക് ധൈര്യം വെറുതൊന്നും വരൂല. ഇന്ന് നമ്മുടെ ഈ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ഏതൊരു സംസ്ഥാനത്തിനെക്കാട്ടും വളരെ മോശമായിട്ടാണ് പോകുന്നത്. ഇവിടെ ഞാൻ ഒരു പാർട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ല ഈ പറയുന്നത്. പല കാര്യങ്ങളിലും പല കാര്യകാരണങ്ങളിലും നമ്മൾ ഭയങ്കര നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. എന്നാൽ എല്ലാം സുലഭമാണ്, എല്ലാത്തിനും. എവിടെ എന്താ സുലഭമായി കിട്ടാത്തത്? ഇവിടെ നമ്മുടെ വീട്ടിലടക്കം നമ്മളെല്ലാവരും, ഇപ്പം ഞാൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാം, ചെറിയ മക്കളടക്കം, ഈ പറയുന്ന എൻ്റെ വീട്ടിലും നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. ചെറിയ കുട്ടികൾ പോലും ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുക. ഈ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മളെ വിചാരം അത് കഞ്ചാവ് അല്ലെങ്കിൽ മറ്റേ MDMA ഇതൊക്കെയാണ് ലഹരി, ബാക്കിയൊന്നും ലഹരി അല്ല എന്നുള്ളത്. എല്ലാം ലഹരി തന്നെയാണ്, എല്ലാം ലഹരി തന്നെ. എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൊത്താശയോട് കൂടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ബീവറേജിൻ്റെ എത്ര ഔട്ട്ലെറ്റുകളാണ് ഉള്ളത്. എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ സാധനം വാങ്ങാൻ ആൾക്കാർ പോകുന്നു. ഇതിനാരാ ഇവിടെ പ്രോത്സാഹനം കൊടുക്കുന്നത്? ഇതൊക്കെ ലഹരി തന്നെയല്ലേ? ഗവൺമെന്റിന് ലാഭം ഉണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന് വരുമാനം ഉണ്ടെന്ന് വെച്ചിട്ട് അത് ലഹരി അല്ലാതെ ആകുന്നുണ്ടോ? നമ്മൾ കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും ഉപയോഗിക്കുമ്പോഴേക്ക് അത് ലഹരിയാണ്, ഇത് ലഹരി അല്ല എന്ന് പറഞ്ഞിട്ട് സ്വയം നമ്മൾ വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയ വിഷയത്തിലേക്കല്ല ഇത് പോകുന്നത്. ഒരു 14 വയസ്സുകാരൻ ആ ധൈര്യം വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ നമ്മളെല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. പ്രത്യേകിച്ചിട്ട് പല കുട്ടികളും ഇന്ന് ഭയങ്കര ഫാനായിട്ട് കാണുന്ന ആരാധ്യന്മാരായിട്ട് അല്ലെങ്കിൽ ഭയങ്കര എന്താണ് പറയുക, ആരാധനയോടുകൂടി കാണുന്ന സിനിമാ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും ഉള്ളവരടക്കം ഇത് വല്ലാതെ കത്തിച്ച് വിടുന്നുണ്ട് അല്ലേ. ഇന്നിറങ്ങുന്ന ഓരോ സിനിമ നോക്കെ, കുട്ടികൾ അവരുടെയൊക്കെ ഫാനാ. അവരുടെയൊക്കെ ഓരോ സിനിമയിൽ ഓരോ അതിൻ്റെ കഥകൾ വരുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ഓരോ ആളുകൾ പറയുമ്പോൾ നമുക്ക് കാണാതെ കേൾക്കുമ്പോൾ ഭയം തോന്നുകയാണ്. അത്രയും ക്രൂരമായിട്ടുള്ള വിനോദങ്ങളാണ് ഒരു സിനിമയുടെ പേരിലൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരാളെ കൊല്ലുക, അതുപോലെ തന്നെ കാലും കൈ അടിച്ചു മുറിക്കുക, ഇല്ലായ്മ ചെയ്യുക, ഇതൊക്കെ കാണുന്ന മക്കൾ ഒരു ദിവസമല്ല മുന്നൊക്കെ ഒരു സിനിമ കണ്ടിരുന്നെങ്കിൽ എന്നെങ്കിലൊക്കെ നമ്മുടെ മക്കൾ സിനിമ കണ്ടിരുന്നത്. ഇന്നിപ്പോൾ ടാക്കീസിൽ പോയി കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് റീൽസ് തോണ്ടുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഷോർട്സ് ഇതൊക്കെ കണ്ട് കുട്ടികൾക്ക് ഇതിനൊന്നൊരു ഭയമില്ലാതിരിക്കുകയാണ്. ഇനിയിപ്പോൾ ലഹരിയുടെ കാര്യമാണെങ്കിലോ, ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും പാവപ്പെട്ട ഒരു വ്യക്തി വിചാരിച്ചാൽ ഇത്ര ലഹരി ഇവിടെ സുലഭമായിട്ട് കിട്ടൂല. ഇതൊക്കെ ശരിക്കും ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കേണ്ട രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ വെയില് തന്നെ വിള തിന്നാന്ന് പറയുന്നത് പോലെ ഇതിൻ്റെയൊക്കെ പിറകിൽ നല്ല കരുത്തുള്ള സ്ഥാനമാനങ്ങളുള്ള വലിയ വലിയ ആളുകളാണ് ഇതിൻ്റെയൊക്കെ പിറകിലുള്ളത്. അല്ലാതൊന്നും ഇവിടെ ഒരു ലഹരി പോലും ഇറങ്ങൂല. അത് ഏത് സ്കൂളിൻ്റെ മുറ്റത്താണെങ്കിലും ഏത് ക്യാമ്പസിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇതൊക്കെ മക്കൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെയൊക്കെ പിറകിൽ കോടികൾ സമ്പാദിക്കുന്ന വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന പകൽമാന്യന്മാരായ പല ആളുകളുമുണ്ട്. അത് രാഷ്ട്രീയക്കാരാവട്ടെ, ഉദ്യോഗസ്ഥരാവട്ടെ, ആരാവട്ടെ. അതല്ലാതൊന്നും ഇത്രയും സ്ട്രോങ് ആയിട്ട് ലഹരി നാട്ടിൽ രാജ്യത്ത് എവിടെയും വ്യാപിപ്പിക്കാൻ കഴിയില്ല. പല കേസുകളും എടുത്ത് പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തകൾ നമുക്ക് നോക്കി അറിയാം. അപ്പം ഇതിൻ്റെയൊക്കെ പിറകിൽ സാമ്പത്തിക ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയുടെ ലക്ഷ്യങ്ങളോട് കൂടിയിട്ട്, ഇനിയിപ്പോൾ നോക്കെ, പാർട്ടിയിലെ വലിയ വലിയ നേതാക്കന്മാരെ ഭയങ്കര ഫാനായിട്ട് കാണുന്ന കുറേ മക്കളുണ്ട്. എന്താണ് നേതാക്കന്മാരൊക്കെ പലരുടെ അവസ്ഥ? പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയല്ലേ, പരസ്യമായിട്ട് റോട്ടിൽ നിന്ന് വെല്ലുവിളിക്കല്ലേ. ഞങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകനെ തൊട്ടാൽ മറ്റവൻ്റെ അനുഭവമായിരിക്കും, ഇവൻ്റെ അനുഭവമായിരിക്കും, പുറം ലോകം കണ്ടിട്ടില്ല, വെട്ടിയേറി. എന്താണ് ആ ശൈലിയൊക്കെ? ആരാണ് ഈ പറയണമെന്നറിയോ? വലിയ
സാമൂഹിക പ്രവർത്തകൻ, ജനനന്മയ്ക്ക് വേണ്ടി ജനനായകനായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന ആളുകൾ, രാഷ്ട്രീയത്തിൻ്റെ പൗരപ്രമാണിമാർ, എന്ത് ഡയലോഗ് അവരൊക്കെ പറയുന്നുണ്ടല്ലോ. എടോ, നമ്മളൊരു കാര്യം ഇത് മനസ്സിലാക്കണം, നല്ലതാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മുടെ നാട് അക്രമവാസന ഇല്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനൊക്കെ കുറച്ച് പദവികളുള്ള അല്ലെങ്കിൽ പവറുള്ള ആളുകൾ അതിനനുസരിച്ചിട്ട് അത് ചെയ്യുമ്പോഴേ നടക്കൂ. അതല്ലാതെ നമ്മുടെ പദവികളും പവറൊക്കെ ഈ രീതിയിൽ കൊട്ടേഷന് വേണ്ടിയിട്ടും മറ്റുള്ള വെല്ലുവിളികൾക്ക് വേണ്ടിയിട്ട്, അത് ഏത് ആളാവട്ടെ, സിനിമാ മേഖലയിലുള്ള ഒരുപാട് ആളുകളുണ്ട്, അവരെ തൊഴുത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം പുഷ്പയുടെ പുഷ്പ ഒരു സിനിമയുടെ റിലീസിൻ്റെ അന്ന് അല്ലു അർജുനൻ പോയി തിക്കും തിരക്കിലും പെട്ടു. എന്നിട്ട് അവരെ അത്രയധികം ആരാധിക്കുന്ന ഒരു അമ്മ മരിച്ചിട്ട് പോലും സിനിമ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് പത്രങ്ങളിൽ വന്നിരുന്നത്, അല്ലേ? അതങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ ഈ കാണിക്കുന്ന ഈ പിരാന്തുണ്ടല്ലോ, ഈ ഒരു ബോധമില്ലാത്ത പിരാന്ത്, ഇതൊന്നും തിരിച്ച് നമ്മളോട് ഒരു പാർട്ടിക്കാരനും ഇല്ല, ഒരു നേതാവിനും ഇല്ല, ഒരു സിനിമാ മേഖലയിലെ വലിയ സുജായിക്കും ഇല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ വെറുതെ കിടന്ന് വട്ടാവാണ്, നമ്മുടെ മക്കളുടെ യുവത്വം നഷ്ടപ്പെടുത്തുകയാണ്. ഇത് നമ്മൾ ബോധത്തോട് കൂടിയിട്ട്, ഇപ്പം ഞാൻ കുറെ പണത്തിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നില്ലെങ്കിൽ, എനിക്ക് പണം കിട്ടുന്നുവെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് എൻ്റെ മക്കൾ ഇതുപോലെ പെട്ടുപോകുന്നുണ്ട്. അങ്ങനെ ഓരോ പാർട്ടിക്കാരും, ഓരോ രാഷ്ട്രീയക്കാരും, ഓരോ സിനിമാ മേഖലയിലുള്ളവരും ഏവരും ചിന്തിക്കുന്നത് നല്ലതാ. ഇത് ഞാൻ തുറന്നു പറയുന്നത്, നമ്മുടെ മക്കൾ ഇനിയിപ്പോൾ എന്ത് കാര്യം നോക്കൂ, മുന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ സുലഭമായി കാണുക. കുട്ടികളുടെ മോഡേൺ ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാവട്ടെ. കാരണം എന്താ, ഇതിങ്ങനെ ഇരുന്ന് റീൽസ് ഇങ്ങനെ തോണ്ടി കാണുമ്പോൾ ഇതിങ്ങനെ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിനിന് അതങ്ങനെ അങ്ങോട്ട് കീഴ്പ്പെട്ടിട്ട് പിന്നെ ഇതിനൊന്നും വലിയ വില ഇല്ല, അല്ലെങ്കിൽ ഇതിനൊന്നൊരു ഭയമില്ല. ഇതാണ് ഇത്രയും അക്രമങ്ങളും അല്ലെങ്കിൽ ഇത്രയും കൊലപാതകങ്ങളും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കവർച്ചകളൊക്കെ നടക്കാൻ കാരണം. പല സിനിമകളുമാണ് പല കവർച്ചകൾക്ക് പ്രേരണയാകുന്നത്. പല കൊലപാതകങ്ങൾ നടത്തിയിട്ട് ഒളിച്ചു വെക്കുന്ന കാരണമാകുന്നത് പല സിനിമകളാണ്. വലിയ സ്റ്റാർ പോസ്റ്റിലുള്ള ആളുകൾ അവരുടെ സിനിമ വിജയിച്ചതിൻ്റെ കണക്കും അഭിനയിച്ചതിൻ്റെ കണക്കും പറയുമ്പോൾ വെറും വിജയം എന്നുള്ളത് സമ്പത്തും സ്ഥാനം മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ മാന്യരായിട്ടുള്ള ആളുകളാണെങ്കിൽ, മാന്യമായിട്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത്രയും വയലൻസ് ഉള്ളതായ കഥാപാത്രങ്ങൾ നിങ്ങൾ അഭിനയിക്കില്ല, അതിന് നിൽക്കില്ല. അവിടെയാണ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നത്. ഇത് അതൊന്നുമില്ല. പുറമേ 10 ആളുകൾ കൂടുന്ന സമയത്ത് എന്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്, എന്ത് സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്ത് കാരുണ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നിട്ട് കയ്യടികൾ മേടിക്കുക. എന്നിട്ട് ഈ പാവം വെട്ടും പൊട്ടും തിരിയാത്ത ഇതുപോലുള്ള കുട്ടികൾക്കുള്ളിൽ ഈ വിഷം കുത്തിവെക്കുന്ന രീതിയിലാണ് ഓരോ നേതാക്കന്മാരുടെ സംസാരങ്ങൾ, കവല പ്രഭാഷണങ്ങൾ. അതിനപ്പുറം വലിയ വലിയ സ്റ്റാറുകളുടെ ഓരോ സിനിമയിൽ കാട്ടിക്കൂട്ടുന്നത് എന്താ? ഈ മക്കളാണല്ലോ ഇതിൻ്റെയൊക്കെ പിറകെ ഓടുന്നത്. ഒരു സിനിമ റിലീസായിട്ടുണ്ടെങ്കിൽ അവിടെ 90% യുവാക്കൾ ചെറുപ്പക്കാരാ അല്ലെങ്കിൽ ചെറുപ്പം കുട്ടികളാ. പ്രായമായവരൊന്നും അത്ര പെട്ടെന്നൊന്നും അവിടെ ചെന്ന് സിനിമ കാണുന്നില്ല. അവരൊക്കെ അങ്ങനെ കുറേ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ കാണുന്നുള്ളൂ. അപ്പം ഈ യുവാക്കൾ അല്ലെങ്കിൽ ഈ കുട്ടികൾ ഈ ഒരു വ്യക്തി അവർ ഫാനായിട്ട് കാണുന്ന ഈ വലിയ ആൾദൈവം പോലത്തെ സിനിമാ നടൻ എന്ത് ചെയ്യുന്നു അതിനെ പിന്നെ അനുകരിക്കുകയാണ് സ്കൂളിലും കോളേജിലും. എത്ര നമ്മൾ കാണുന്നത് വളരെ മൃഗീയമായിട്ടെന്ന് പറയാം, വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് നന്മയാണ് സമൂഹത്തിനുള്ളത്? വെറും പണം മാത്രം മതിയോ? അല്ലെങ്കിൽ പ്രസക്തി മാത്രം മതിയോ? ഈ എന്താ പറയുക, വൈരുദ്ധ്യമാകുന്ന ശൈലി നമ്മുടെ ജീവിതത്തിൽ മാറ്റിയെടുക്കണ്ടേ? അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എന്നെ തന്നെ കുറ്റം പറയുന്നു. എൻ്റെ കുറേ ശൈലികളിലുള്ളതുപോലെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാട്ടിൽ സമാധാനം, സന്തോഷം, നന്മ എന്നുള്ളത് വെറുതെ ഉണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും അവരെ അങ്ങോട്ട് പൊങ്കാലിടുകയാണ്. എപ്പോഴും നേരം വെളുത്തിട്ടില്ല, തള്ള വൈബാണ്, തന്ത വൈബാണെന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കണം. ആഘോഷം വേണ്ടെന്നല്ല, ആഘോഷമൊക്കെ നല്ലതാ. പക്ഷേ അതിരുവിടുന്ന ആഘോഷം അത് എന്തിൻ്റെ പേരിലാണെങ്കിലും, ഒരു വിവാഹം നടക്കുമെന്നൊക്കെ അതിൻ്റെ പേരിൽ റോഡ് ബ്ലോക്ക് ആക്കുന്നു, ആരെങ്കിലും വല്ല ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അർജന്റായി പോകുന്ന കേസ് ചോദ്യം ചെയ്താൽ അവിടെ കല്യാണമാണ് അല്ലെങ്കിൽ അതൊന്നും നോക്കൂല, അവിടെ അടിച്ച് നിരപ്പാക്കി ആകെ പ്രശ്നമാക്കിയിട്ട് അവിടെ ആകെ കേസും കൂട്ടും. എവിടെയും ബോധമില്ലാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമുക്കാർക്കും ധൈര്യമായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട്, കുറച്ച് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ആൾബലത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ പവർ നോക്കിയിട്ട് ഈ രീതിയിൽ നമ്മൾ പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും തൃശ്ശൂരിൽ ഇന്നലെ സംഭവിച്ചതുപോലെ
ഓരോ ജില്ലയിലും സംഭവിക്കും, ഓരോ പഞ്ചായത്തിലും സംഭവിക്കും, ഓരോ കുടുംബത്തിലും സംഭവിക്കും. പടച്ചറബ് കാത്ത് രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കല്ലാതെ യാതൊരു മാർഗവുമില്ല. അത്രയും പിശാച് അല്ലെങ്കിൽ പൈശാചികമായി സാത്താന്റെ പ്രവർത്തികൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഏത് മേഖലയിലുള്ളവരാണെങ്കിലും, ആത്മീയ മേഖലയിലുള്ളവരാണെങ്കിലും മറ്റേത് മേഖലയിലുള്ളവർ, ഒരുപാട് നന്മയുള്ള നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും നല്ല സിനിമാ നടന്മാരും അതുപോലെ തന്നെ ഒരുപാട് നന്മയുള്ള ശരിക്കും ആത്മാർത്ഥമുള്ള ആത്മീയ നേതാക്കന്മാരൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ അതിനപ്പുറം അതിൻ്റെ പേരിൽ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും ആരെയും ഒരു വിലയില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയതും നമ്മൾ നേടിയെടുത്ത സ്ഥാനമാനങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റാതെ തീർച്ചയായിട്ടും വലിയ ആപത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. ഓരോരുത്തരും ഓരോ മേഖല ശ്രദ്ധിച്ചാൽ അത്രയും നന്ന്. പ്രിയപ്പെട്ട നമ്മുടെ യുവാക്കളോട് അല്ലെങ്കിൽ കുട്ടികളോട് പറയാനുള്ളത്, താൽക്കാലിക സുഖത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ നാലാൾക്കാർ ഭയങ്കര സംഭവമാണെന്ന് പറയാൻ വേണ്ടി സ്പീഡിൽ ബൈക്ക് ഓടിച്ചിട്ട് സ്വന്തം ജീവൻ നശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ താൽക്കാലികമായ ചെറിയൊരു സുഖത്തിന് വേണ്ടി ലഹരി ഉപയോഗിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. വിലപ്പെട്ട ജീവൻ. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന കുടുംബങ്ങൾ സങ്കടപ്പെടുകയാണ്. നമ്മളെല്ലാവരുടെയും കുടുംബത്തിൽ എല്ലാ സന്തോഷങ്ങളും വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ജീവിച്ച് കൊതി തീരുന്നതിന് മുന്നേ വിട പറയുന്ന അവസ്ഥയാണ് പലതും ഉള്ളിലേക്ക് കയറ്റി ബോധമില്ലാതെ പോകുന്ന ഒരവസ്ഥയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇന്നലെ തൃശ്ശൂരിൽ സംഭവിച്ചത്. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, അതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത്. കുട്ടികളുടെ അവസ്ഥ എന്താണ്, അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ ഒന്നും നമുക്കറിയില്ല. എങ്കിലും ഒരു 14 വയസ്സായ ഒരു പയ്യൻ അല്ലെങ്കിൽ 2 കുട്ടികൾ, ഒരു 34 വയസ്സായ ഒരു യുവാവിനെ എന്തിൻ്റെയോ പേരിൽ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഈ രീതിയിലൊക്കെ ഇല്ലായ്മ ചെയ്യുന്നുവെങ്കിൽ ഇത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. നമ്മുടെ കേരളം ഭ്രാന്താലയമാകാൻ പോകുന്നു എന്നേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ആയിട്ടുണ്ട്. അതിൻ്റെ കടുത്ത എസൻസ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒന്ന് ചിന്തിച്ചാൽ നല്ലതാ. എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് നിയമം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടോ ഒന്നും കാര്യമല്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം തീർത്തിട്ടോ വൈരാഗ്യം തീർത്തിട്ടോ ഒന്നും കാര്യമല്ല. നിയമപാലകരാണെന്ന് പറയുന്ന ഒരുപാട് വലിയ മേഖലയിൽ ഇരിക്കുന്നവരെ പോലും വലിയ കുറ്റകൃത്യങ്ങളാണ് പിടിക്കപ്പെടുന്നത്. എന്താ പിന്നെ ചെയ്യുക? ആരോടെ പറയുക? ചങ്ങലക്ക് തന്നെ ഭ്രാന്തായ എന്ത് ചെയ്യുമെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഈ 14 വയസ്സുള്ള കുട്ടികളൊക്കെ ഇത് ചെയ്തതിൻ്റെ യഥാർത്ഥ കാരണം ഒരു ചെറിയ ദേഷ്യമൊന്നുമല്ല. ഇതുപോലുള്ള ഒരുപാട് പ്രോത്സാഹനങ്ങൾ പിറകേന്ന് അവർക്ക് കിട്ടുന്നുവെങ്കിൽ ഇനിയും നമ്മുടെ മക്കൾ ഇതിനേക്കാൾ മോശമായിട്ട് വളരെ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഒരു ശ്രദ്ധ ഈ പറയുന്ന എന്നിലും നിങ്ങളിലും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.